ഈശോ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോയി. സ്വന്തം തീരുമാനമനുസരിച്ച് അവിടുന്ന് ദരിദ്രർക്ക് സംഭാവനകൾ നൽകി. അങ്ങനെ എല്ലാവരും സന്തുഷ്ടരായപ്പോൾ ഈശോ പ്രസംഗം ആരംഭിച്ചു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. നിങ്ങൾ പിന്തുടരേണ്ടതായ ദൈവിക മാർഗങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഇവിടെ നിന്നും ഇടതുവശത്തുള്ള വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് അതേ സമയത്ത് തന്നെ വലതുവശത്തുകൂടി താഴേക്ക് പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു വഴിയെ പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റേ വഴി ഉപേക്ഷിക്കേണ്ടി വരും. രണ്ടു വഴികളും അടുത്തടുത്ത് വന്നാൽ പോലും ഒരു കാൽ ഒരു വഴിയിലും മറ്റേ കാൽ മറ്റേ വഴിയിലും ചവിട്ടി നിങ്ങൾക്ക് ഏറെ ദൂരം പോവാൻ കഴിയുകയില്ല. പന്തയം വെച്ച് നടന്നാൽ പോലും ക്ഷീണിച്ചോ കാൽ മാറ്റി ചവിട്ടിയോ ഈ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. എന്നാൽ ദൈവത്തിൻ്റെയും സാത്താൻ്റെയും വഴികൾക്ക് തമ്മിൽ വളരെ അകലമുണ്ട്. അത് കൂടി വരികയുമാണ്. താഴേക്ക് പോകുന്തോറും ആ വഴികൾ തമ്മിൽ അകലം കൂടി വരുന്നത് പോലെ ഒരു വഴിയെ പോയാൽ കഫർനാമിലെത്തും. മറ്റേ വഴിയിലൂടെ പോകുന്നവൻ ടോളോമസിലായിരിക്കും എത്തുക. ജീവിതവും ഇപ്രകാരമാണ്. ഭൂതവും ഭാവിയും തമ്മിലും നന്മയും തിന്മയും തമ്മിലുള്ള അകലം അത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. തൻ്റെ ഇച്ഛാശക്തിയുമായി മനുഷ്യരിവിടെ മധ്യത്തിൽ നിൽക്കുന്നു. ഒരു പാത അവസാനിക്കുന്നത് ദൈവത്തിലും സ്വർഗത്തിലുമാണ്. മറ്റേത് സാത്താനിലും നരകത്തിലും എത്തുന്നു. ഇവയിലൊന്ന് മനുഷ്യന് തിരഞ്ഞെടുക്കാം. ആരും അവനെ നിർബന്ധിക്കുന്നില്ല. സാത്താൻ ഞങ്ങളെ പ്രലോഭിപ്പിച്ചു എന്ന് നിങ്ങൾ എന്നോട് പറയരുത്. തെറ്റായ പാതയിൽ കൂടി പോയതിന് അതൊരു ഒഴിവല്ല. അതേ സമയത്ത് തന്നെ തൻ്റെ അതിശക്തമായ സ്നേഹത്താലും പരമപരിശുദ്ധമായ വചനത്താലും ഏറ്റവും ആകർഷകവുമായ വാഗ്ദാനങ്ങളാലും നിങ്ങളെ പ്രലോഭിച്ചിരുന്നല്ലോ. ഇവയിൽ ഒന്നിൽ മാത്രം നിങ്ങൾ പ്രലോഭിക്കപ്പെടാൻ കാരണം എന്താണ്? ഏറ്റവും അനർഹമായതിന് നിങ്ങൾ ചെവി കൊടുത്തത് എന്തിനാണ്? സാത്താൻ്റെ വിഷത്തെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും സ്നേഹത്തിനും കഴിവില്ലെന്നോ? നിങ്ങളുടെ ഈ സമീപനം നിങ്ങൾക്ക് പ്രയോജനകരമല്ലെന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യന് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ സാംക്രമിക രോഗങ്ങളെ അയാൾ നിഷ്പ്രയാസം അതിജീവിക്കുന്നു. അതേസമയം മുമ്പേ തന്നെ രോഗിയും ക്ഷീണിതനുമായ ഒരാൾക്ക് സാംക്രമിക രോഗം പിടിപെട്ടാൽ അയാൾ മരിച്ചു പോകാനാണ് സാധ്യത. അഥവാ രക്ഷപ്പെട്ടാലും അയാൾ മുമ്പത്തേതിലും വലിയ രോഗിയായിരിക്കും. കാരണം പകർച്ചവ്യാധിയുടെ അണുക്കളെ പൂർണ്ണമായും നിഗ്രഹിക്കുവാൻ തക്ക പ്രതിരോധ ശക്തി അയാളുടെ രക്തത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഇത് കുറെ കൂടി ഉയർന്ന കാര്യങ്ങളിലും ബാധകമാണ്. ഒരാൾ ധാർമ്മികമായും ആത്മീയമായും ആരോഗ്യവാനും ധീരനുമാണെങ്കിൽ പ്രലോഭനങ്ങൾക്ക് അയാളിൽ വേരിറക്കാൻ കഴിയുകയില്ല. ചിലർ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്: ഞാൻ ഇയാളെയും അയാളെയും ഒക്കെ സമീപിച്ചു, ഞാൻ ഈ പുസ്തകവും ആ പുസ്തകവുമൊക്കെ വായിച്ചു, നന്മ ചെയ്യുന്നതിന് ഞാൻ ഇയാളെയും അയാളെയും ഒക്കെ പ്രേരിപ്പിച്ചു. എന്നാൽ അവരുടെ മനസ്സിലും ഹൃദയത്തിലും തിന്മ നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന തിന്മ എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ഇത് കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരമാണ്: മറ്റുള്ളവരുടെ ആശയങ്ങൾക്ക് നുഴഞ്ഞു കയറാൻ തക്കവിധം നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കിയിട്ടിരിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ധാർമ്മികമായോ ആധ്യാത്മികമായോ ശക്തിയില്ലാത്ത ക്ഷീണഗാത്രനാണ് നിങ്ങളെന്ന് അത് തെളിയിക്കുന്നു. മറ്റു ദുരുപദേശങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ടിരിക്കുന്നവരെ സത്യ ഉപദേശത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ട് ഇത് വ്യക്തമാക്കുന്നു. ഒരു കാറ്റാടി മരത്തെ പോലെ അവസരത്തിനൊത്ത് മനമാറ്റം വന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന പക്ഷം നിങ്ങളൊരു ശൂന്യമനസ്കനാണെന്ന് ഞാൻ മനസ്സിലാക്കും. നിങ്ങളുടെ ആധ്യാത്മികമായ കോട്ടയിൽ നിറയെ വിടവുകളാണ്. നിങ്ങളുടെ മനസ്സാകുന്ന അണക്കെട്ട് നൂറുകണക്കിന് ഇടങ്ങളിൽ ചോർന്നൊലിക്കുന്നുണ്ട്. അവയിലൂടെ നല്ല വെള്ളം ഒഴുകിപ്പോവുകയും അഴുക്കുവെള്ളം ഒഴുകി കയറുകയും ചെയ്യുന്നു. ഇത് മനസ്സിലാക്കുകയോ കാണുകയോ ചെയ്യാത്ത ഒരു മൂഢനായി നിങ്ങൾ മാറുന്നു. അങ്ങനെ നിങ്ങൾ ഒരു ദുഷ്ടനായി തീരുന്നു. അതിനാൽ രണ്ടു പാതകളിൽ നല്ലത് തിരഞ്ഞെടുക്കുകയും അതിലൂടെ മുന്നേറുകയും ചെയ്യുക. ഇന്ദ്രിയങ്ങൾ, ലോകം, ശാസ്ത്രം, സാത്താൻ എന്നിവയുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് മുന്നേറുക. ലൗകികരായ ആളുകളുമായി നിങ്ങളുടെ വിശ്വാസത്തിനെതിരായ കാര്യങ്ങളിൽ കരാറുകളോ ഒത്തുതീർപ്പുകളോ ഉണ്ടാക്കരുത്. നിങ്ങൾ ഒരിക്കലും അർദ്ധവിശ്വാസിയാവരുത്. അന്തസ്സുള്ളവരാണെങ്കിൽ അവരും ഇത്തരം ഏർപ്പാടുകൾക്ക് തുനിയരുത്.
കുറഞ്ഞ പക്ഷം ദൈവത്തിൻ്റെ മക്കളായ നിങ്ങളെങ്കിലും അവരുമായി ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടരുത്. അവരെ ദൈവത്തിൻ്റെ കൂടെയോ മാമോൻ്റെ കൂടെയോ നിർത്താൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അവരെ നിങ്ങളോടൊപ്പം നിർത്താനും സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ വെറും വിലക്കെട്ടവരാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ നന്മ തിന്മകൾ ഇടകലർന്നതായാൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല. ദുഷ്ടന്മാരുടെ സാമീപ്യത്തിൽ നിങ്ങളുടെ നന്മ മുഴുവൻ നിർവീര്യമാകും. അവശേഷിക്കുന്ന തിന്മ നിങ്ങളെ നേരെ നയിക്കുന്നത് സാത്താൻ്റെ കരങ്ങളിലേക്കായിരിക്കും. അതിനാൽ ഇങ്ങനെയുള്ള ആളുകളുമായി ഇടപഴകാതിരിക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയുണ്ടായിരിക്കണം. രണ്ടു മനസ്സോടെ രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയുകയില്ല. അയാൾ ഒരാളെ സ്നേഹിക്കും, മറ്റേയാളെ വെറുക്കും. നേരെ തിരിച്ചുമാവാം. നിങ്ങൾക്ക് ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും സ്നേഹിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് ലോകത്തിൻ്റെ ആത്മാവുമായി സമരസപ്പെടാൻ സാധ്യമല്ല. ആദ്യത്തേത് നിങ്ങളെ ഉയർത്തുന്നു, രണ്ടാമത്തേത് നിങ്ങളെ താഴ്ത്തുന്നു. ആദ്യത്തേത് നിങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ രണ്ടാമത്തേത് നിങ്ങളെ അശുദ്ധനാക്കുന്നു. നിങ്ങൾ അശുദ്ധനാണെങ്കിൽ നിങ്ങൾക്കെങ്ങനെ പരിശുദ്ധിയോടെ പ്രവർത്തിക്കുവാൻ കഴിയും? ദുഷ്ടനാവിൽ ഇന്ദ്രിയങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുകയും അവ ആസക്തിയുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നു. ഹവ്വ എങ്ങനെ പാപം ചെയ്തുവെന്നും അവർ മുഖേന ആദം എങ്ങനെ പാപിയായി തീർന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. സാത്താൻ അവളുടെ കണ്ണുകളിൽ ചുംബിച്ച് അവളെ മയക്കിയെടുത്തു. അതുവരെ പരിശുദ്ധമായിരുന്നതൊക്കെ അതോടെ അവൾക്ക് അശുദ്ധമായി കാണപ്പെട്ടു. അത് അവളിൽ അസാധാരണമായ ഉത്കണ്ഠ ഉണർത്തിവിട്ടു. പിന്നീട് സാത്താൻ അവളുടെ കാതുകളിൽ ചുംബിച്ചു. തൻ്റെതായ ഒരു പുതിയ ശാസ്ത്രം കേൾക്കത്തക്ക വിധം അവൻ അവളുടെ കാതുകൾ തുറന്നു. വേണ്ടാത്തതൊക്കെ മനസ്സിലാക്കണമെന്ന് ഹവ്വ ആഗ്രഹിച്ചു. അപ്പോൾ അവളുടെ കണ്ണുകൾക്കും മനസ്സിനും അതൊക്കെ അവൻ കാണിച്ചു കൊടുക്കുകയും പാപത്തിലേക്ക് മാടി വിളിക്കുകയും ചെയ്തു. അതൊക്കെ മുമ്പ് കാണാത്തതും മനസ്സിലാക്കാത്തതുമായിരുന്നു. അവൾ തീക്ഷ്ണബുദ്ധിയും ദുഷ്ടയുമായി. ആ സ്ത്രീ തൻ്റെ പുരുഷന്റെ അടുത്ത് ചെന്ന് താൻ മനസ്സിലാക്കിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും കണ്ണുകൾക്ക് അതിമനോഹരമെങ്കിലും അതുവരെയും നിരോധിക്കപ്പെട്ടതായി കരുതിയിരുന്നതുമായ ആ പുതിയ പഴം പറിച്ചു തിന്നുന്നതിന് അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. സാത്താൻ മലിനമാക്കിയ കണ്ണുകൊണ്ട് അവൾ അയാളെ നോക്കുകയും ചുണ്ടുകൾ കൊണ്ട് ചുംബിക്കുകയും ചെയ്തു. അങ്ങനെ തിന്മ ആദാമിലേക്കും കടന്നു. അപ്പോൾ നിരോധിക്കപ്പെട്ടത് കിട്ടുവാൻ അയാളും ആർത്തിപ്പെട്ടു. ഹവ്വായും ആദവും ആ പഴം തിന്നു. അങ്ങനെ അവർ അത്യുന്നതിയിൽ നിന്നും ചെളിക്കുഴിയിലേക്ക് വീണു. ദുഷ്ടനായ ഒരു വ്യക്തി മറ്റൊരാളെ കൂടി ദുഷ്ടതയിലേക്ക് വലിച്ചെടുക്കുന്നു. രണ്ടാമത്തെ ആൾ ശരിയായ അർത്ഥത്തിൽ ഒരു വിശുദ്ധനാണെങ്കിൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ കഴിയുകയില്ല. അതിനാൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ കണ്ണുകളെ സൂക്ഷിച്ചുകൊള്ളുക. അവക്ക് മറ്റെല്ലാറ്റിനെയും ദുഷിപ്പിക്കുവാൻ കഴിയും. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാകുന്നു. ഹൃദയത്തിൻ്റെ വിളക്ക് ചിന്തയുമാകുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണ് അശുദ്ധമായിരുന്നാൽ അത് നിന്നിലുള്ള എല്ലാറ്റിനെയും മലിനമാക്കും. അങ്ങനെ നിങ്ങൾ ഇരുട്ടുകൊണ്ട് മൂടപ്പെടും. വഴി പിഴപ്പിക്കുന്ന ഒരു മൂടൽ മഞ്ഞ് നിങ്ങളിൽ അവിശുദ്ധമായ മിഥ്യാധാരണകളെ സൃഷ്ടിക്കും. ഇന്ദ്രിയങ്ങൾ ചിന്തയ്ക്ക് വിധേയമാകയാൽ ദുഷിച്ച ചിന്ത ഇന്ദ്രിയങ്ങളെ ദുഷിപ്പിക്കും. പരിശുദ്ധമായ വിചാരമുള്ളവന് എല്ലാം പരിശുദ്ധമായിരിക്കും. അപ്പോൾ അവൻ്റെ വീക്ഷണവും പരിശുദ്ധമാവും. ഇന്ദ്രിയങ്ങളുടെ തടസ്സമില്ലാത്തിടത്ത് ദൈവത്തിൻ്റെ പ്രകാശം ഇറങ്ങിവരും. എന്നാൽ ദുഷ്ടമായ മനസ്സോടുകൂടി നിങ്ങളുടെ കണ്ണുകൾ ക്രമം കെട്ട വീക്ഷണങ്ങളുമായി ഇഴുകിച്ചേർന്നു കഴിഞ്ഞാൽ നിങ്ങളിലുള്ളതെല്ലാം ഇരുണ്ടതായിരിക്കും. പരമപരിശുദ്ധമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നത് വെറുതെയായിരിക്കും. ഇരുട്ടിൽ എല്ലാം കറുത്തിരുണ്ടിരിക്കും. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമാണ് ആ കറുപ്പ്. അതിനാൽ അലയോ ദൈവമക്കളെ, നിങ്ങൾക്കെതിരായി നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക. പ്രലോഭനങ്ങൾക്കെതിരായി നിങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണം. പ്രലോഭനത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നത് പാപമല്ല. ഏറ്റുമുട്ടലിൽ വിജയം വരിക്കുവാൻ കായിക താരങ്ങൾ സ്വയം തയ്യാറെടുപ്പ് നടത്താറുണ്ടല്ലോ. വേണ്ടത്ര തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ടോ നിങ്ങൾ അലസനായതുകൊണ്ട് മത്സരത്തിൽ പരാജയം അടയേണ്ടി വന്നാൽ അത് മോശമാണ്. ഓരോ കാര്യവും പ്രലോഭനമായി പരിണമിച്ചേക്കാമെന്ന് എനിക്കറിയാം. അപ്പോൾ പ്രതിരോധ ശക്തി കുറഞ്ഞു പോകുമെന്നും എനിക്കറിയാം.
ഈ ഏറ്റുമുട്ടൽ ക്ഷീണിപ്പിക്കുന്നതാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചു നോക്കുക. ഏത് തരത്തിലുള്ളതായാലും 1 മണിക്കൂർ നേരത്തെ സുഖത്തിനു വേണ്ടി നിത്യമായ സമാധാനം നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? മാംസമോ സ്വർണമോ ചിന്തയോ നിങ്ങൾക്ക് നേടിത്തരുന്ന സുഖം അല്പമെങ്കിലും ബാക്കി നിൽക്കുമോ? ഇല്ല. അത്തരം സുഖത്തെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാം കിട്ടും. ഞാൻ പാപികളോടാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ പാപിയാകുന്നു. ശരി, നിങ്ങൾ എന്നോട് സത്യം പറയുക. ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അത്യാഗ്രഹവും അഹങ്കാരവും വർദ്ധിക്കുകയും സുദൃഢമാവുകയുമല്ലേ ചെയ്യുന്നത്? ഇന്ദ്രിയ സംതൃപ്തി നേടിയ ശേഷം അതേപ്പറ്റി ആലോചിക്കുമ്പോൾ സന്തോഷം ലഭിച്ചതായി നിങ്ങൾക്ക് ശരിക്കും തോന്നാറുണ്ടോ? ഇന്ദ്രിയ സുഖത്തിന്റെ അപ്പം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ മറുപടി പറയാം. ഇല്ല. സുഖത്തിനു വേണ്ടി ചെലവഴിച്ച ആ സമയത്ത് നിന്ന് ഊറിക്കിട്ടിയത് ഇതൊക്കെയാണ്: തളർച്ച, അസന്തുഷ്ടി, അനിശ്ചിതത്വം, ഓക്കാനം, ഭയം, അസ്വസ്ഥ്യം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റുകൾ ചെയ്യുന്നവരുടെ അടുക്കൽ നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത് എന്നുകൂടി ഞാൻ അർത്ഥമാക്കുന്നു. നിങ്ങൾ എല്ലാവരും സഹോദരന്മാരാണെന്ന് ഓർമ്മ വേണം. ഓരോ മാംസവും ഓരോ ആത്മാവുമാണ് നിങ്ങളുടേത്. ഒരാൾ പാപത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് പല കാരണങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ പാപികളോട് കരുണ കാണിക്കുകയും ദയാപൂർവം അവരെ സഹായിക്കുകയും ചെയ്യണം. അങ്ങനെ അവരെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആപത്ത് വരുത്തുന്ന അപകടങ്ങൾ നിറഞ്ഞ പാതയിലൂടെയാണ് തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ സ്വർഗസ്നായ പിതാവ് നല്ലവരോട് കാരുണ്യമുള്ളവനാണ്. അർഹതയുള്ളവർക്ക് 100 മടങ്ങായി നൽകേണ്ടത് എങ്ങനെയാണെന്ന് അവിടത്തേക്ക് അറിയാം.